വെള്ളിയാഴ്ച തുടങ്ങുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനുമായി ബന്ധപ്പെട്ട നിർണായക സൂചനകളാണ് ഇപ്പോൾ സഹപരിശീലകൻ റിയാൻ ടെൻ ഡൊഷറ്റെ നൽകിയിരിക്കുന്നത്. വിക്കറ്റ് കീപ്പർ റോളിൽ ഋഷഭ് പന്ത് തിരിച്ചെത്തുമെന്നുള്ള ഒരു അപ്ഡേറ്റാണ് ആദ്യം എത്തിയിരിക്കുന്നത്. സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി ധ്രുവ് ജുറലിനെ ടീം ഇന്ത്യ പരിഗണിക്കുന്നുണ്ട്. സമീപകാലത്തെ മികച്ച പ്രകടനങ്ങളിലൂടെ ടീമിലെ സ്ഥാനം ഡിമാൻഡ് ചെയ്യുകയാണ് ധ്രുവ് ജുറൽ. വെറും 1.5 വർഷം മാത്രം നീണ്ട അന്താരാഷ്ട്ര കരിയറിൽ എടുത്തു പറയത്തക്ക പ്രകടനങ്ങളുമായാണ് ധ്രുവ് ജുറൽ ഇന്ത്യൻ ടീമിലെ സ്ഥാനം ഡിമാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ആദ്യ പ്ലേയിങ് ലെവലിൽ ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ ആയെങ്കിൽ പോലും സ്പെഷ്യലിസ്റ്റ് ബാറ്റർ റോളിലേക്ക് ധ്രുവ് ജുറൽ ടീമിലുണ്ടാകും. കഴിഞ്ഞ 6 മാസങ്ങളായി ധ്രുവ് ജുറൽ പുറത്തെടുക്കുന്ന പ്രകടനങ്ങളും പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ചതുർദിന മത്സരത്തിലെ കാഴ്ചവെച്ച പ്രകടനവും ഉൾപ്പെടെ കണക്കിലെടുത്താൽ അദ്ദേഹത്തെ പ്ലേയിങ് ലെവലിൽ നിന്ന് ഒഴിവാക്കാനായി സാധിക്കില്ല എന്നാണ് പരിശീലകൻ പറഞ്ഞിരിക്കുന്നത്. വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, ജഡേജ എന്നീ സ്പിൻ ഓൾറൗണ്ടർമാർ കളിച്ചാൽ കുൽദീപ് യാദവിനെ തൽക്കാലം മാറ്റി നിർത്തേണ്ടി വരുമെന്നുള്ള സൂചനകളാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ധ്രുവ് ജുറൽ ടീമിലേക്ക് എത്തുമ്പോൾ സായ് സുദർശന് പ്ലേയിങ് ലെവലിലെ സ്ഥാനം നഷ്ടമായേക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച കൊൽക്കത്തയിൽ വെച്ചാണ് ആദ്യ മത്സരം നടക്കാനായിരിക്കുന്നത്. സ്പിൻ ബോളിംഗ് ലൈനപ്പിൽ കൂടുതൽ താരങ്ങൾ ഉള്ളത് തന്നെ ഇവിടെ ഒരു സെലക്ഷന് വേണ്ടി വഴിവെക്കുന്നുണ്ട്. ഓൾറൗണ്ടറായി ജഡേജ കളിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇടങ്കൈയൻ സ്പിന്നർമാരായ അക്സർ പട്ടേലും കുൽദീപ് യാദവും ഒരുമിച്ച് ടീമിലുണ്ടാകുമോ എന്നതും വലിയ ചോദ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ആദ്യ 2 ദിവസം കൊൽക്കത്തയിലെ പിച്ച് പേസർമാർക്ക് അനുകൂലമായി മാറുമെന്നാണ് പിച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നീ 2 പേസർമാരുമായി മാത്രം ഇറങ്ങാനുള്ള സാധ്യതകൾ നിലവിൽ കുറവാണ്. പേസ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിയെ ടീമിൽ നിന്ന് റിലീസ് ചെയ്തതിനാൽ 3ാം പേസർ എന്തായാലും ടീമിലുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഓപ്പണിംഗിൽ SSC ജയ്സ്വാളും KL രാഹുലും ഇറങ്ങുമ്പോൾ 3ാം നമ്പറിൽ സായ് സുദർശനോ അല്ലെങ്കിൽ ധ്രുവ് ജുറലോ ആയിരിക്കും ടീമിലെത്തുന്നത്. 4ാമനായി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും വിക്കറ്റ് കീപ്പർ റോളിൽ ഋഷഭ് പന്ത് 5ാം സ്ഥാനത്തുമെത്തുമ്പോൾ 6ാം നമ്പറിൽ ജഡേജ ആയിരിക്കും പ്ലേയിങ് ലെവലിലേക്ക് എത്തുന്നത്. 7ാം നമ്പറിൽ വാഷിംഗ്ടൺ സുന്ദറിന് പ്ലേയിങ് ലെവലിലേക്ക് അവസരമെത്തുമ്പോൾ കുൽദീപ് യാദവിനുള്ള സാധ്യതകൾ തന്നെയാണ് മങ്ങുന്നത്. ശേഷം ആകാശ്ദീപ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നീ 3 പേസർമാർ കൂടി അടങ്ങുന്നതായിരിക്കും ആദ്യ ടെസ്റ്റിനുള്ള ടീം ഇന്ത്യയുടെ പ്ലേയിങ് ലെവൻ. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.